ഹായ്, നമസ്കാരം. ഇന്ന് നമുക്കൊരു പാവയ്ക്ക തീയൽ വെക്കാവേ. അതിനുവേണ്ടി ഒരു പാവയ്ക്ക, ഒരു പിടി ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ചുമന്നുള്ളി കുറച്ചുകൂടെ കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. തേങ്ങ വറുത്തരച്ച് തീയൽ വെക്കാനാണ്. തീയൽ വെക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള തേങ്ങ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, എരിവിനാവശ്യമുള്ള മുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ, പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു ടീസ്പൂണിൻ്റെ പകുതി ഉലുവ. ഇത്രയാണ് വറുത്ത് വെച്ചേക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, തേങ്ങ. ഇത് ഞാൻ ഇതിനകത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തുകൊണ്ടാണ് ഇതിന് ചുമന്നിരിക്കുന്നത് കേട്ടോ. അല്ല വറ്റൽ മുളക് ചേർത്താണ് വറുക്കുന്നെങ്കിൽ നല്ല ബ്രൗൺ കളറിൽ കിട്ടും. ഇനി നമുക്ക് പാവയ്ക്കായ ഉള്ളി അരിഞ്ഞെടുക്കാം. ഞാനൊന്ന് അരിയട്ടെ. ഞാനിത് അരിയുന്ന സമയം കൊണ്ടേ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഒന്ന് ഷെയർ ചെയ്തേക്കണേ. ആദ്യം കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് അരിഞ്ഞെടുത്തിട്ട് വരാവേ. അങ്ങനെ പാവയ്ക്കായും ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരയ്ക്കാനുള്ളത് എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ അത്രയും വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് നോക്കാം. ചട്ടി അടുപ്പേ വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാവട്ടെ. എണ്ണ ചൂടായി വന്നപ്പം കടുകിട്ട് പൊട്ടിച്ചു കേട്ടോ. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്കായും ഉള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് വഴറ്റാം. ഇച്ചിരി നേരം നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് മൂടി വെക്കാവേ. ചെറുതീയിൽ മൂടി വെച്ച് അവിടെ ഇരുന്ന് നല്ലപോലെ വാടി വഴന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്നതൊക്കെ ചൂടാറി അത് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചിട്ട്, ചെറുതീയിൽ അടച്ച് വെച്ചിട്ട് 2-3 പ്രാവശ്യം നമ്മൾ തുറന്ന് ഇളക്കി കൊടുത്തു കേട്ടോ. അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇച്ചിരി കണ്ണ് തെറ്റിയാൽ കരിഞ്ഞു പോവേ. വേണ്ടോ, ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് ഇച്ചിരി കണ്ണ് തെറ്റിയതാണ്. ആ സമയത്തിന് ഞാൻ ഇത് അരച്ച് വെച്ചായിരുന്നേ. അപ്പോൾ അരപ്പ് അങ്ങോട്ട് ചേർക്കുക. അത് കാശ്മീരി മുളക് പൊടി ചേർത്തുകൊണ്ടാണ് നല്ല റെഡ് കളർ വന്നേക്കുന്നത്. അല്ലെങ്കിൽ മുളകാണ് ചേർക്കുന്നതെങ്കിൽ നല്ല ബ്രൗൺ കളറിൽ വരും കേട്ടോ. അപ്പം അരപ്പ് ചേർത്തു. മിക്സിയുടെ ജാറ് കഴുകി ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് പുളിവെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് റെഡിയാക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. ഇനി പുളിവെള്ളമാണ് ഒഴിക്കാൻ പോകുന്നത്. പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അതൊന്ന് പിഴിഞ്ഞ് കൈ കൊണ്ടൊന്ന് അരിച്ച് ഒഴിക്കുക കേട്ടോ. പുളി നമ്മുടെ ആവശ്യത്തിനാണ് ഒഴിക്കുന്നത്. പുളി കൂടുതൽ വേണ്ടവർ ഇച്ചിരി കൂടുതലുണ്ട്. ഞാനിതിപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിന് പുളി ഇട്ടിട്ടുണ്ട്. കാരണം പാവയ്ക്കായ്ക്ക് നല്ല കയ്പ്പാണല്ലോ. അതുകൊണ്ട് അത്ര ഇച്ചിരി കൂടുതൽ പുളി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നേ. അത് പിഴിഞ്ഞൊഴിച്ചു. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കണേ. എന്തേലും ചാറ് വേണേൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കുക. ഈ സമയത്ത് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം പാവയ്ക്കായ്ക്ക് ഇട്ടതായിരുന്നു. ഇനിയിപ്പോൾ അരപ്പും വെള്ളവും എല്ലാം കൂടെ പുളിയൊക്കെ ചേർത്തപ്പോൾ ഉപ്പ് ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കാം. ഇപ്പോൾ ഈ കറിക്ക് കയ്പ്പ്, എരിവ്, ഉപ്പ്, പുളി ഇതെല്ലാം ഉണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇച്ചിരി ശർക്കര ചേർക്കാവേ. ശർക്കര പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ശർക്കരയും കൂടെ ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് തിളപ്പിക്കാം കേട്ടോ. ചാറിന് ആവശ്യമുള്ള വെള്ളം ചേർത്തോണേ. ഇത് നല്ല കുറുകിയായിരിക്കുന്നു. ഇത് തണുക്കുമ്പോഴത്തേക്ക് നല്ല കുറുകി വരുവേ. ഇപ്പം ടേസ്റ്റ് എല്ലാം നല്ല ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉപ്പും പുളിയും എരിവും മധുരവും എല്ലാം നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പാവയ്ക്ക തീയൽ റെഡിയായി. നമുക്കിത് ഇനിയും കുറച്ച് നേരം മൂടി വെക്കാവേ. ഇതിനകത്ത് ഞാൻ കറിവേപ്പില ചേർത്തിട്ടില്ല. കറിവേപ്പില ഇല്ലായിരുന്നു.
കറിവേപ്പില ഉള്ളവർ പാവയ്ക്ക വഴറ്റുന്ന കൂട്ടത്തിൽ ചേർക്കണം, അല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്താലും മതി. അപ്പോൾ നമ്മുടെ കറി ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.